ബുധൻ അധിപനായ മിഥുനം രാശിയിലാണ് തിരുവാതിര നക്ഷത്രം പൂർണ്ണമായും വരുന്നത്. ബുധന്റെ സ്വാധീനം ഇവർക്ക് മികച്ച ആശയവിനിമയ ശേഷി, ബുദ്ധികൂർമ്മത, നർമ്മബോധം, ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് എന്നിവ നൽകുന്നു. രാഹുവിന്റെ തീക്ഷ്ണമായ ഊർജവും ബുധന്റെ ഭൗതികമായ കഴിവും ചേരുമ്പോൾ തിരുവാതിരക്കാർ ഭൗതികമായി വളരെ ഉയർന്ന തലത്തിലുള്ളവരായി മാറുന്നു. തിരുവാതിരക്കാരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അവരുടെ കൂർമ്മ ബുദ്ധിയാണ്. ഏതു സങ്കീർണമായ വിഷയത്തെയും വളരെ വേഗത്തിൽ ഗ്രഹിക്കാനും അതിനെ യുക്തിപരമായി അപഗ്രഹിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ശാസ്ത്രം, ഗണിതം, ഗവേഷണം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്നത് ഈ കഴിവുകൊണ്ട് തന്നെ. ഒരു ലക്ഷ്യം മനസ്സിൽ കുറിച്ചാൽ അത് നേടുന്നതിനായി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് തിരുവാതിരക്കാർ. രാഹുവിന്റെ സ്വാധീനം അവർക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള ഊർജവും അഭിലാഷവും നൽകുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാനസികമായ കരുത്ത് ഇവർക്ക് കൂടുതലായിരിക്കും. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും വേദനകളിലും മനസ്സലിയുന്നവരാണിവർ. ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ അവർ മടി കാണിക്കാറില്ല. എന്നാൽ ഈ സഹാനുഭൂതി വളരെ എളുപ്പത്തിൽ പുറത്ത് കാണിക്കുകയുമില്ല. അടുത്തറിയുന്നവർക്ക് മാത്രമേ അവരുടെ ഈ മൃദുവായ വശം മനസ്സിലാക്കാൻ സാധിക്കൂ. തങ്ങളുടെ ഭൗതികവും അപഗ്രഥനപരവുമായ കഴിവുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന തൊഴിൽ മേഖലകളിലാണ് തിരുവാതിരക്കാർ ഏറ്റവും കൂടുതൽ ശോഭിക്കുക. ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അക്കാദമിക് വിദഗ്ധർ എന്നീ നിലകളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഡാറ്റ അനലിസ്റ്റ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യാ രംഗങ്ങൾ ഇവർക്ക് വളരെ അനുയോജ്യമാണ്. ഡോക്ടർമാർ, പ്രത്യേകിച്ച് സർജന്മാർ, ന്യൂറോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ എന്നീ നിലകളിൽ ഇവർക്ക് വിജയിക്കാൻ കഴിയും. രോഗനിർണയം നടത്താനുള്ള ഇവരുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. അഭിഭാഷകർ, ജഡ്ജിമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഡിറ്റക്റ്റീവുകൾ എന്നീ മേഖലകളിലും ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. അന്വേഷണാത്മക പത്രപ്രവർത്തനം, എഴുത്ത്, എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിലും ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. മികച്ച പ്രഭാഷകരായതുകൊണ്ടും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളതുകൊണ്ടും രാഷ്ട്രീയത്തിലും ഇവർക്കൊരു കൈ നോക്കാവുന്നതാണ്. തിരുവാതിരക്കാരുടെ കുടുംബ ബന്ധങ്ങളും പ്രണയവും അവരുടെ സ്വഭാവം പോലെ തന്നെ സങ്കീർണമായിരിക്കും. പ്രണയത്തിൽ ഇവർ വളരെ തീവ്രമുള്ളവരായിരിക്കും. പങ്കാളിയോട് അഗാധമായ സ്നേഹവും ആത്മാർത്ഥതയും ഇവർ കാണിക്കും. എന്നാൽ ഇവരുടെ മൂർച്ചയേറിയ സംസാരവും വൈകാരികമായ അസ്ഥിരതയും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ മനസ്സിലാക്കാൻ കഴിവുള്ള, ക്ഷമയും വിവേകവുമുള്ള പങ്കാളിയെയാണ് ഇവർക്ക് ആവശ്യം. പങ്കാളിയോട് അതീവ സ്നേഹവും സംരക്ഷണ മനോഭാവവും ഇവർക്കുണ്ടാകും. കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഇവർ മുൻപന്തിയിലായിരിക്കും. തിരുവാതിര ഒന്നാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിച്ചവർക്ക് ഉയർന്ന ചിന്തകളും തത്വചിന്താപരമായ താല്പര്യങ്ങളും ഉണ്ടാവും. അറിവ് നേടുന്നതിൽ അതീവ താല്പര്യം കാണിക്കും. തിരുവാതിര രണ്ടാം പാദം ഇവർക്ക് ഭൗതികമായ നേട്ടങ്ങളിൽ കൂടുതൽ താല്പര്യം കാണും. കഠിന അധ്വാനികളും പ്രായോഗിക ബുദ്ധിയുള്ളവരുമായിരിക്കും. തിരുവാതിര മൂന്നാം പാദം ശാസ്ത്രീയമായ കാര്യങ്ങളിലും സാമൂഹികമായ പ്രവർത്തനങ്ങളിലും ഇവർക്ക് താല്പര്യമുണ്ടാകും. വളരെ സൗഹൃദപരമായി പെരുമാറുന്നവരുമായിരിക്കും. തിരുവാതിര നാലാം പാദം നോക്കുമ്പോൾ ഈ പാദത്തിൽ ജനിച്ചവർക്ക് സഹാനുഭൂതിയും സ്നേഹവും കൂടുതലായിരിക്കും. വൈകാരികമായി വളരെ ആഴമുള്ളവരും ഭാവനാസമ്പന്നരുമായിരിക്കും. തിരുവാതിര നക്ഷത്രം സങ്കീർണവും ശക്തവുമായ ഒരു ഊർജ പ്രവാഹമാണ്. രുദ്രന്റെ സംഹാരശക്തിയും രാഹുവിന്റെ അടങ്ങാത്ത അഭിലാഷവും ബുധന്റെ ഭൗതിക ഔന്നത്യവും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരിൽ സമ്മേളിക്കുന്നു. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് തങ്ങളെ തന്നെയും തങ്ങളുടെ ചുറ്റുപാടുകളെയും ശുദ്ധീകരിച്ച് പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിവുള്ളവരാണിവർ. അവരുടെ മൂർച്ചയേറിയ ബുദ്ധിയും വിമർശനാത്മകമായ സ്വഭാവവും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായേക്കാം. എന്നാൽ അവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ആർദ്രതയും സഹാനുഭൂതിയും തിരിച്ചറിയുന്നവർക്ക് അവർ എക്കാലത്തെയും മികച്ച സുഹൃത്തുക്കളും വഴികാട്ടുകളുമായിരിക്കും.